അപ്പോൾ സുനിയായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ കഴിക്കേണ്ടത്? നിങ്ങൾക്ക് നമ്മൾ അപ്പം പിന്നെ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ട്, അപ്പം മുട്ട പറഞ്ഞിട്ടുണ്ട്, അപ്പം ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സുനിയാട്ടിന്റെ സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ അപ്പം പൊള്ളിച്ചതിന് ഒരുമിച്ച് കാന്താരി അൽഫാം, പിന്നെ മയനീസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ബ്രോസ്റ്റഡ് തന്നു. ബ്രോസ്റ്റഡിന്റെ ഒരുമിച്ച് നമുക്ക് സൈഡ് തന്നിരിക്കുന്നത് ചട്നിയാണ് കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ഫുഡും കഴിച്ചാലും നിങ്ങൾ സന്തോഷിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ, അതെന്റെ ഉറപ്പാണ്. വൈകുന്നേരം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ചില്ലാക്കാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചിട്ടെ. നമ്മുടെ സുനിയാട്ടന്റെ അടിപൊളി സെറ്റപ്പാണ്. ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണം തോന്നി, അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ. ഈ ഏരിയ മൊത്തം പുഴയാണ്, പുഴയോട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ സ്പോട്ടാണ്. പിന്നെ ഇവിടെ വൈകുന്നേരം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മളിപ്പം സമയം 8 മണിയാവുന്നു. അപ്പോൾ ശരിക്കും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എടാ മമ്മ നോക്കിയിട്ട് സഫ. അപ്പോൾ ആംബിയൻസ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് കേട്ടോ. ഈ കട കണ്ടോ, നമ്മുടെ സുനിയാടിൻ്റെ കഫേ കബാന കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരം വന്ന് ഇരുന്ന് ചില്ലാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാ ഐറ്റംസ്, ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ്, ഇന്ത്യൻ, ചൈനീസ്, അറബിക്, ടീ, കോഫി, ജ്യൂസ്, സ്നാക്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ആംബിയൻസ് കേട്ടോ. വൈകുന്നേരം വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല ചില്ലാക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ നമുക്ക് ആദ്യം സുനിയാടിനെ പരിചയപ്പെടാം. സുനിയാട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. സുനിയേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? കണക്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ സുനിയേട്ടൻ ഈ ഒരു കട തുടങ്ങിയിട്ട് എത്രയായി? ഇപ്പൊ ഇതൊരു 5ാമത്തെ മാസം. നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ആംബിയൻസ്, നമ്മളെല്ലാരും ആംബിയൻസും നല്ല ഫുഡൊക്കെ തേടി പോകുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ ഞാനൊക്കെ കൂടുതലും നോക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് വേണം, ഫാമിലി ആയിട്ട് ഇരുന്ന് ചില്ലാക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ സുനിയാട്ടിന് ഒരുക്കിയിരിക്കുകയാണ്. അപ്പം പിന്നെ സുനിയാട്ടിന് ഈ ഫുഡ് ഫീൽഡിൽ തന്നെയുള്ള ആളാണോ? ഫുഡ് ഫീൽഡിലല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നില്ല ആഗ്രഹം വന്നുകൊണ്ട് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ആ ഒരു പാഷൻ എന്ന് പറയുന്നില്ല, ഫുഡ് നന്നായി കുക്ക് ചെയ്യും. എന്തൊക്കെ കുക്ക് ചെയ്യും? നോൺ വെജാ കൂടുതൽ, വെജ് കുറവാ. എല്ലാവരും നോൺ വെജ് ആണല്ലോ കൂടുതൽ കഴിക്കുന്നത്. അതെ, നോൺ വെജാ കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാനും അതാ. എന്തൊക്കെ ഉണ്ടാക്കും? ഫിഷിനെക്കാട്ടിയും കൂടുതൽ ബീഫ്, ചിക്കൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കും. ബീഫിൽ എന്തുണ്ടാക്കും? ബീഫിൽ ഫ്രൈ ഉണ്ടാക്കാം, ചില്ലി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. നല്ല അടിപൊളിയാക്കി. മലയാളിക്ക് ബീഫ് ഇല്ലാണ്ട് ഒരു ആവശ്യമില്ല ബ്രോ. ബീഫും പൊറോട്ടയാണല്ലോ നല്ല സ്റ്റേബിൾ ഡയറ്റ്. ശ്രീഹരിയാണ് നമ്മളായത്. ശ്രീഹരി മൊത്തം ടൈം കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് കഴിക്കാൻ വേണ്ടി തരുന്നത്? നമുക്കിവിടെ അപ്പം മിക്സ് ഉണ്ട്, അപ്പം പൊള്ളിച്ചുണ്ട്, നമ്മളെ അൽഫാം, കാന്താരി, പിന്നെ പെരി പെരി. അൽഫാമിൽ കുറെ വെറൈറ്റി ഉണ്ട്. കാന്താരി, പെരി പെരി, പിന്നെ പിന്നെ ഷവർമ ഉണ്ട്, ഷവർമയുണ്ട്. പിന്നെ നമ്മുടെ മീനിലൊക്കെ എന്തൊക്കെയുള്ള? മീനിൽ ഇപ്പൊ നമ്മൾ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അയക്കൂറ നിങ്ങൾക്ക് വേണ്ടി ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അയക്കൂറ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതൊരു പുഴന്റെ സൈഡ് ആയതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് പിടിച്ചു കഴിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടോ? അങ്ങനെ സെറ്റപ്പ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മീൻ പൊതുവെ പുഴയിൽ കുറവാണ്. അതുകൊണ്ട് അതിനെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. കാരണം ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മളതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ പിടിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മളൊരു ഫാം ഉണ്ട് ഇതിന്റെ അടുത്ത് തന്നെയാണ്. എന്തൊക്കെ മീനുണ്ട് അവിടെ? അവിടെ നമുക്ക് പരലുണ്ടാവും, കരിമീനൊക്കെ ഉണ്ടോ? ഇരുമീൻ ഉണ്ടാവും. ഇരുമീൻ അതന്നെ, അത് കിട്ടും. പിന്നെ ചെമ്മീൻ, അടിപൊളി ചെമ്മീനാണ്. നമ്മൾ ഈ കണ്ടീന ചെമ്മീൻ വള്ളിന്റെ മറ്റേ കാര്യം കിട്ടും. എന്തായാലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഒന്ന് കാണാം. ഇത് എത്ര പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്? നമുക്കിപ്പം 15 ടേബിൾ ഉണ്ട്. 15 ടേബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 ആൾക്കാർക്ക് ഇരിക്കാം സുഖമായിട്ട്. 70 പേർക്ക് ഇരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു പാർട്ടി ഒക്കെ നടത്താൻ പറ്റും. 100%. ഇവിടെ ബർത്ത്ഡേക്ക് ആൾക്കാർ കേക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്നു. ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്നുണ്ടല്ലേ? 100%. ഷാൻഭായ്, നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പച്ചക്കറി നടേണ്ട ഐഡിയ. ഈ ഏരിയ ഇതിനെ നമ്മൾ പച്ചക്കറി, വെണ്ടക്ക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് പച്ചക്കറി നട്ടിട്ട് ആവശ്യമുള്ള പച്ചക്കറി ഇവിടുന്ന് അങ്ങനെ എടുക്കാണ്ട് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ സീഡ്സ് ആമസോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നപാട് ഇവിടെ നമ്മൾ സീഡ് ഇടും. മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് പച്ചക്കറിയോട് വലിയ താല്പര്യം കാണുന്നില്ല. പക്ഷെ നമ്മൾ ആ പച്ചക്കറിയിലേക്ക് കൊണ്ടുവരുന്ന ഐഡിയ ആണ്. നല്ല വെണ്ടക്ക ഫ്രൈ, ഭയങ്കര ഭർത്ത, അങ്ങനത്തെ സാധനം ഒന്ന് മലയാളീനെ തിന്ന് പഠിപ്പിക്കണം. എനിക്ക് മെനു തരുമോ? ഭയങ്കര ഇഷ്ടം, പാഷൻ ആണല്ലേ കുക്കിംഗ്. കുക്കിംഗ് പാഷനാണ്. നല്ല ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കണമെന്നില്ല പാഷനാണ്. അതെ, നല്ല മനസ്സറിഞ്ഞ് നമ്മളൊരു പാർട്ട്ണറും കൂടി ഉണ്ട്. പുള്ളി ഇലിയാസ് ഭായ് ചക്രക്കല്ല് സുഖമില്ല ഇന്ന്. പുള്ളി വീട്ടിലായി ഇന്ന് ഫാമിലിനെയും കൂട്ടി വരാന്ന് പറഞ്ഞതാ. അപ്പൊ പുള്ളിക്ക് സുഖമില്ലാത്തോണ്ട്, അല്ലെങ്കിൽ പുള്ളി ഫാമിലിനെയും കൂട്ടി വരാന്ന് പറഞ്ഞത്. നമുക്ക് അടുത്തതാണ് 100%. അപ്പൊ നമുക്ക് ആ ഒരു മെനു നോക്കാം. കഫേ കബാനയിലെ മെനു എന്തൊക്കെയാന്ന് നോക്കാം. ചായ കാപ്പിക്കല്ലേ? ചായ കാപ്പി ഉണ്ട്, അടിപൊളിയുണ്ട്. പിന്നെ നമ്മളെ കോൾഡ് കോഫി ഉണ്ട്. മറ്റേത് ഫ്രപ്പേ
പ്രെപ്പേ അല്ല, നോർമൽ കോൾഡ് കോഫിയാണ്. പ്രെപ്പേ തുടങ്ങിയില്ല. പിന്നെ കാപ്പച്ചിനോ, അതുപോലെ ഇന്ത്യനില് സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും പിന്നെ ചൈനീസ് ഉണ്ട്, അതുപോലെ അറബിക് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നമ്മൾ ക്വാളിറ്റി സാധനം തന്നെ വെക്കുന്നത്. നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ബാസ്മതി റൈസ്. അപ്പൊ സുനിയായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ കഴിക്കേണ്ടത്? നിങ്ങൾക്ക് നമ്മൾ അപ്പം പിന്നെ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ട്, അപ്പം മുട്ട പറഞ്ഞിട്ടുണ്ട്, അപ്പം ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ അൽഫാം, കാന്താരി, പിന്നെ പെരി പെരി നോർമൽ, പിന്നെ ഷവർമ ട്രൈ ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഒരു ഫ്രൈഡ് റൈസും ആക്കാം, ഒരു നൂഡിൽസും അതും കഴിക്കണം. ഓ തീർച്ചയായിട്ടും. കാരണം ഈ ആംബിയൻസിൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കണം. നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ പാടില്ല. ഇവിടെ ഇരുന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ടൈം എടുത്ത് ഭക്ഷണം കഴിച്ചു പോവാം. അതിന് പറ്റിയൊരു സ്പോട്ടാട്ടോ ഇത്. നെയ്ച്ചോറും പാർട്സറിയും കൂടിയിട്ട് പാർട്സ് ഉണ്ടല്ലേ? ഉച്ചക്ക് എന്നറിയാം. നമ്മൾ നോർമലി 60 rupees ആണ് പുറത്തില്ല അവർക്ക്. പക്ഷെ സ്റ്റുഡൻസിന് 10 രൂപ കുറവ് കൊടുത്തിട്ട് 50 രൂപ കൊടുക്കുന്നത്. അടിപൊളി. എന്തായാലും കോളേജ് ഉണ്ട്, സ്റ്റംസ് കോളേജ് ഉണ്ട്, കോളേജ് ഉണ്ട്. ഞാനും പഠിക്കുന്നവരാണ് കോളേജിലാണ്. സ്റ്റുഡൻസിന് 60 ഇല്ലത് 50 അവർക്ക് എവിടെയാ കിട്ടുക ഇങ്ങനെയൊക്കെ? അത്രയും ആള് സപ്പോർട്ട് ചെയ്യണം. ആള് പാഷൻ കൊണ്ട് തുടങ്ങിയ ഒരു കടയാണിത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി സമയം വേസ്റ്റ് ആക്കണ്ട, നമ്മുടെ സ്പെഷ്യൽ ഒക്കെ വന്നോട്ടെ. അങ്ങനെ നമ്മുടെ സുനിയാട്ടിന്റെ സ്പെഷ്യൽ ഐറ്റംസ് നല്ല അടിപൊളി അയക്കുറ ഗ്രില്ല്, അതിന്റെ കൂടെ നല്ല കൊത്തമീർ ചട്നിയും അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക്. മുക്കിതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് ബ്രോസ്റ്റഡ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നല്ല ചട്നി ഉണ്ട്. ഓക്കെ, ഇത് ബ്രോസ്റ്റഡ് ആണ്, അതിന്റെ ചട്നി ഉണ്ട്, പിന്നെ അപ്പം മിക്സ്. ഇത് കബാബ്. ഇത് നമ്മളെ സലാഡ്. ഓക്കെ, പിന്നെ ഷേക്ക് ഉണ്ട്, കോക്കനട്ടിന്റെ ഷേക്ക്, സ്പെഷ്യൽ ഷേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുനിയാട്ടിന്റെ സ്പെഷ്യൽ ഷേക്ക്, ടെൻഡർ ഷേക്ക്. ഇതാ എനിക്ക് ടെൻഡർ ഭയങ്കര ഇഷ്ടമല്ലേ. അതുപോലെ ചിക്കു ഷേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീൻ ഗ്രില്ല് ചെയ്ത് കേട്ടോ, അയക്കുറ ഗ്രില്ല് ചെയ്തത്, അതിൻ്റെ ഒരുമിച്ച് ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്. പിന്നെ ഇത് അപ്പം മിക്സ്, അപ്പം മുട്ട ഇട്ട് മിക്സ് ചെയ്താ കേട്ടോ. തളിപ്പറമ്പ് വളരെ സ്പെഷ്യലായിട്ട് ഇത്. എങ്ങനെയുണ്ടാവുമോ? വേറെ എന്തൊക്കെയോ ഐറ്റം വരുന്നുണ്ട്. ഇതെന്താണ്? നോർമൽ അൽഫാം. ഓക്കെ, പിന്നെന്താ? ഇത് കഴിഞ്ഞിട്ട് ഇത് പെരി പെരി അൽഫാം. ഓക്കെ, അൽഫാം കുറേ ആയി കഴിച്ചിട്ട് കേട്ടോ. പിന്നെ അപ്പം പൊള്ളിച്ചത് വിത്ത് കാന്താരി അൽഫാം. ഇത് ഇവിടെ വെച്ചാൽ അപ്പം നമ്മുടെ സ്പെഷ്യൽ ആണ്. കാന്താരി അൽഫാമിന്റെ കൂടെ അപ്പം പൊള്ളിച്ചത്. ഇതാണ് സുനിയാട്ടിന്റെ സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ അപ്പം പൊള്ളിച്ചതിന്റെ ഒരുമിച്ച് കാന്താരി അൽഫാം, പിന്നെ മയനീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ബ്രോസ്റ്റഡ് തന്നു. ബ്രോസ്റ്റഡിന്റെ ഒരുമിച്ച് നമുക്ക് സൈഡ് തന്നിരിക്കുന്നത് ചട്നിയാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ്, നമ്മൾ വിചാരിക്കാത്തൊരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ ബ്രോസ്റ്റഡിന് ഒരുമിച്ച് മയനീസും പിന്നെ കച്ചപ്പില്ല ഇതില്ല. നോക്കാം നമുക്ക് ചട്നിയും കൂട്ടിയിട്ട് ആ ഒരു ബ്രോസ്റ്റഡ് എങ്ങനെ ഉണ്ടാവുന്നു. ഈ കോംബോ വെച്ചിട്ടല്ലോ. അപ്പം ചിക്കൻ മിക്സ് കഴിഞ്ഞില്ലേ? ഇനി എന്ത് വേണ്ടോ? ഇല്ലല്ലോ, കംപ്ലീറ്റ് ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ഇവിടുത്തെ സ്പെഷ്യൽ. ബാക്കി പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അതൊക്കെ എക്സ്ട്രാ ഉണ്ട്. ചിക്കൻ, പെപ്പർ ചിക്കൻ, നാടൻ ചിക്കൻ കറി, മുട്ടക്കറി, പിന്നെ പാലക് പനീർ, അങ്ങനെയെല്ലാം ഉണ്ട്. വെജിറ്റേറിയനിൽ പാലക് പനീർ, പിന്നെ ചോലെ. അപ്പൊ നിങ്ങൾ കൂടുന്നോ? നിങ്ങൾ കഴിച്ചോളൂ, ജോയിൻ ചെയ്യണം. നിങ്ങൾ കഴിക്കും, നിങ്ങൾ കഴിക്കുന്നതാണ് നമുക്ക് സന്തോഷം. നമ്മൾ കഴിക്കുന്നതല്ല ഇത്. നമുക്കപ്പോൾ സുനിയാട്ടിന്റെ സ്പെഷ്യൽ അപ്പവും അതുപോലെ കാന്താരി ചിക്കനും കഴിച്ചു നോക്കാം. അൽഫാമാണ്. അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ഓ, ഒരു രക്ഷയില്ല മോനെ. ഷവർമ അല്ലേ? ചിക്കൻ ഷവർമ റോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ടെൻഡർ ഷേക്ക് ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് മിക്സ് നോക്കാം. നമ്മൾ മുട്ട മിക്സ് നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം അല്ലേ? ഓ സൂപ്പർ. ചിക്കൻ മിക്സ് ഉണ്ട്. ഇനി നമുക്ക് സുനിയാട്ടിൻ്റെ ചാർക്കോൾ ഗ്രില്ല് ചെയ്ത നമ്മുടെ ഒരു അയക്കൂറ എങ്ങനെയുണ്ട് നോക്കട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ആളിനെ അത് കഴിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ നാടൻ മീനൊക്കെ കിട്ടുമോ? നേരത്തെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം
ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുഴയിൽ മീനില്ല. അല്ലെങ്കിൽ നമ്മൾ പുഴ മീൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ. അടുത്ത് തന്നെ ഫിഷിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തവ ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. തവ സെപ്പറേറ്റ് ഉണ്ട്. അടുത്ത് തന്നെ ഫിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അതിൻ്റെ അകത്ത് മുക്കി കഴിക്കണം. നമ്മൾ നേരത്തെ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആക്കാൻ പറ്റില്ല. ഓ 100%. ഒരു ഫാമിലി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം കുറെ ആൾ വന്ന് കേക്ക് മുറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം. അപ്പോൾ നമുക്ക് നേരത്തെ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ സുനിയേട്ടനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആക്കി. നമ്മൾ ഇതിന്റെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ വെറും മസാലന്റെ ടേസ്റ്റ് അല്ല, ഫിഷിന്റെ ടേസ്റ്റ് കൂടെ വരണം. പിന്നെ ഞാൻ കഴിക്കും. എസ്പെഷ്യലി കാന്താരി അൽഫാം കുറച്ച് സ്ട്രോങ് കൂടുതലാണ്, എന്നാലും ആ ഒരു മയനീസും കൂടി ആയിട്ട് വരുന്ന സമയത്ത് മയനീസിൽ മുക്കുമ്പോൾ ടേസ്റ്റ് വരും. കുഴപ്പമില്ല. അപ്പൊ കാണാം കേട്ടാ. എന്ത് ചെയ്യുന്നു? എനിക്ക് തോന്നി ഒരു മിലിറ്ററി ഓഫീസർ എനിക്ക് തോന്നി. അഭിതല്ലേ? സന്തോഷം പരിചയപ്പെട്ടത്. നമുക്ക് കണ്ണൂർ വന്നാൽ കാണാം. ഓക്കെ. ഓ തീർച്ചയായിട്ടും കാണാം. നമുക്ക് ഇനി നമുക്ക് ഷവർമ നോക്കാം. ഓ സ്ട്രോങ് മസാല. നല്ല സ്ട്രോങ് മസാല കേട്ടോ. ഒന്നാമത് മയം കൂടി പെയ്യുന്നുണ്ട്, നല്ല ഫീൽ കേട്ടോ. ഷവർമ നല്ല സ്ട്രോങ് മസാലയാണ്. അപ്പം സംഗതി നോക്കുകയാണ്, നമ്മൾ കഴിച്ചതിൽ എല്ലാം ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. സുനിയേട്ടൻ പറയുന്നു വെജ് ഫ്രൈഡ് റൈസും കൂടി കഴിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഞാൻ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അടിപൊളിയാന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഓലേൻ്റെ മുകളിൽ ആ മഴേൻ്റെ തുള്ളികൾ ഇങ്ങനെ തട്ടി വീഴുന്നില്ല, ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേറൊരു ഫീല്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസും കൂടി എങ്ങനെ ഉണ്ട് നോക്കാം. നമുക്ക് വേണ്ട ഫ്രൈഡ് റൈസ് നമ്മളാ ഇവിടെ നോക്കാം. റൈസ് നന്നായിട്ട് നല്ല നീളമുള്ള റൈസ് കേട്ടോ. നമ്മുടെ ആ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ ആ ഒരു ടൈപ്പ് റൈസാണ്. നോടെ വെജാടാ. നന്നായിരുന്നു. അപ്പോൾ സുനിയേട്ടൻ പറയാണ് ഇവിടുത്തെ കട്ട്ലേറ്റും കൂടി ഉണ്ട്, അതും കൂടി കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റാണ്, നല്ല ചൂടുള്ള കട്ട്ലേറ്റ് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് അല്ലേ? ഇതാ. ഓ തൊടുമ്പോൾ തന്നെ അങ്ങ് മുറിഞ്ഞു വല്ലതോ. അങ്ങോട്ട് എങ്ങനെ ഉണ്ട് നിങ്ങളെ? ഇതിൽ ഫുള്ള് ചിക്കനാണല്ലോ. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ചിക്കൻ തപ്പി പിടിച്ച് കഴിഞ്ഞാലും കിട്ടില്ല, ചിലപ്പോൾ ഒരു പീസ് അങ്ങനെ കിട്ടും. ഇതിൽ ഫുള്ള് ചിക്കനാണ്, ലോഡഡ് ആട്ടോ. ഇതിന് ചാർജ് ചെയ്യുന്നത് 25. നല്ല അടിപൊളി ഫുഡ്. എനിക്ക് ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, വിട്ടുപോകാൻ തോന്നില്ല. കാരണം ഈ ആംബിയൻസ് അടിപൊളിയാകുമ്പോൾ നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ തോന്നും. അത് കൂടാതെ നമ്മുടെ സുനിയേട്ടന്റെ ഒരു സ്നേഹം, ഒരു സ്നേഹം ഉണ്ടാണ്. അതെ, അത്ര ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ അല്ലേ, പൈസ പിന്നെയാണ്. അല്ല, എന്നോട് ആക്ച്വലി ഒരു ഷെഫ് പറഞ്ഞത് യു ആർ നോട്ട് ഇൻ ടു ദ ഫുഡ് ഇൻഡസ്ട്രി, യു ആർ ആക്ച്വലി ഇൻ ടു പീപ്പിൾസ് ബിസിനസ്. അതെ അതെ, ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പീപ്പിൾസ് ബിസിനസ്. അയാൾ പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും ആ വാക്ക് മനസ്സിലാക്കും. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫുഡ് പോകുള്ളൂ. അപ്പോൾ യു ആർ ദ കിങ്, യു ആർ ദ കസ്റ്റമർ. നമ്മളെ എപ്പോഴും ദൈവം സഹായിക്കട്ടെ. സപ്പോർട്ട്. പിന്നെ അപ്പം ഫുഡും അതുപോലെ ഇവിടെ ആംബിയൻസും അതുപോലെ സുനിയേട്ടന്റെ സ്നേഹം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മള് പിന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 1 വെള്ളിക്കീൽ എക്കോ പാർക്ക് എന്ന് പറയാം. ഈ സ്ഥലത്തിന് മുഴുവൻ വെള്ളിക്കീൽ എക്കോ പാർക്ക് എന്ന് വരിക. അപ്പോൾ അത് വരിക, അത് തലപ്പുറം നിന്ന് വരാം, ചെറുകുന്നിന്ന് വരാം, പിന്നെ ഇവിടുന്ന് ഒഴക്രമെന്ന് വരാം. അങ്ങനെ 3 ഭാഗത്തു നിന്നും പിന്നെ ഫെസിലിറ്റി ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ചേരിന്ന് വരാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ? ബോട്ടിംഗ് ഉണ്ട്. പെഡൽ ബോട്ട് ഇപ്പൊ മഴയായതുകൊണ്ട് നിർത്തി വെച്ചതാ. നമ്മൾ തന്നെ പെഡൽ ബോട്ട് ഉണ്ട് അവിടെ. അതും ഇപ്പൊ നമ്മൾ ഈ മഴ കഴിഞ്ഞ പാട് സ്റ്റാർട്ട് ചെയ്യും. നല്ല ബോട്ട് സവാരിയും ഡെഫിനറ്റ്ലി ബോട്ട് സവാരി കഴിഞ്ഞിട്ട് ഇവിടെ വരിക. കാരണം പെഡൽ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോൾ വിശക്കും. എന്തായാലും അടിപൊളി. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ടേക്ക് നമ്മുടെ സുനിയേട്ടനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്താ രസം എന്ന് പറയണം. ഓക്കെ, റെഡി അല്ലേ? വെച്ച് കയറിക്കോ.